തിരുവനന്തപുരം ടെക്നോ സിറ്റി പ്രദേശത്ത് ഇറങ്ങിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു കരുണാകരനുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. വിഷ്ണു, ഈ മയക്കുവെടി വെച്ച ശേഷം ഈ പോത്ത് വിരണ്ടോടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഭദ്ര, നേരത്തെ തന്നെ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇവിടെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ഭീതിയിലാക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കാട്ടുപോത്ത് ഈ ടെക്നോ സിറ്റിയിലുള്ളിലെ പരിസരത്താണ് കണ്ടത് ആദ്യമായി. അതിനുശേഷം വലിയ രീതിയിലുള്ള പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ഈ കാട്ടുപോത്തിനെ ഉടൻ തന്നെ പിടികൂടാനുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇതിനെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ പ്രത്യേകിച്ചും അവിടെ നിന്നും കുറെ കിലോമീറ്റർ മാറി ഇതിനെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. പിരപ്പൻകോട് പ്രദേശത്താണ്, ജനവാസ മേഖലയിലാണ് ഈ പോത്ത് ഇന്ന് രാവിലെ ഇറങ്ങിയത്. അതിനുശേഷം ഈ പോത്തിനെ കണ്ടെത്താനുള്ള ശ്രമം നടന്നിരുന്നു. പിന്നാലെയാണ് ഈ പോത്ത് ഒരു വീടിന്റെ പരിസരത്തുള്ളതായി മനസ്സിലാക്കിയത്. ഉടൻ തന്നെ പോത്തിനെ പിടികൂടാനുള്ള ഇപ്പോൾ പോത്ത് ആ പ്രദേശത്ത് പോത്തിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. മയക്കുവെടി ഏറ്റിരുന്നു. അതിനുശേഷം പോത്ത് വിരണ്ടോടുന്ന ഒരു സാഹചര്യം ജനവാസ മേഖലയിലായത് തന്നെ റോഡിലേക്ക് പോത്ത് വിരണ്ടോടിയ ഒരു സാഹചര്യം ഉണ്ടായി. റോഡിലേക്ക് ഇറങ്ങി അതിനുശേഷം അടുത്തുള്ള ഒരു പറമ്പിലേക്കാണ് കയറിയത്. പിന്നാലെ തൊട്ടപ്പുറത്ത് തന്നെ മതിൽ പൊളിച്ചുകൊണ്ട് മറ്റൊരു പറമ്പിലേക്ക് പോയി. പക്ഷെ അതിനുശേഷം കുറച്ച് ദൂരം ഉള്ളിലേക്ക് വന്ന് ഒരു കൃഷിയിടത്തിലേക്കാണ് പോത്ത് കയറിയത്. അവിടെ കൃഷിയിടത്തിൽ പോത്ത് മയങ്ങി വീഴുന്ന ഒരു സാഹചര്യം. അതിനുശേഷം ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും നാട്ടുകാരടക്കം അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അതിനുശേഷം പോത്തിനെ നിരീക്ഷിക്കുന്ന ആ ഒരു സമയത്താണ് ഇപ്പോൾ വീണ്ടും പോത്ത് എണീറ്റിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ഒരു പരിഭ്രാന്തിയുടെ സാഹചര്യമുണ്ട്. ഇവിടെ ചുറ്റും നിരവധി ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. അവരുടെ സുരക്ഷ കൂടി നോക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ പോത്ത് ചാടി എണീക്കുന്ന ഒരു സാഹചര്യം. മയങ്ങാതെ കിടക്കുന്നു. ഇപ്പോൾ അതിനെ നിരീക്ഷിക്കുകയാണ്. ഏതായാലും ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ പോത്ത് തുടരുന്നുണ്ട്. ഈ കാട്ടുപോത്തിനെ ഉടൻ തന്നെ പിടികൂടി ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. രാവിലെ തന്നെ വനം മന്ത്രി അടക്കം പറഞ്ഞിരുന്നതാണ് വേണ്ടി വന്നാൽ മാത്രമാണ് ഈ മയക്കുവെടി വെക്കുക. എന്നാൽ ഇവിടെ ജനവാസ പ്രദേശമായതുകൊണ്ട് തന്നെ മയക്കുവെടി വച്ചേ മതിയാകൂ എന്നുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആ നടപടി സ്വീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ പോത്തിനെ വളരെ വേഗത്തിൽ തന്നെ അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമമാണ്. എന്നാൽ ഇത് പൂർണ്ണമായി മയങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എണീറ്റ് ആ പ്രദേശത്ത് തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഉടൻ തന്നെ ഇതിനെ കീഴടക്കാൻ ശ്രമിക്കും. അതിനുള്ള കാര്യങ്ങളെല്ലാം നടപടികളെല്ലാം സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇവിടെ നിന്നും അതിനെ മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാകും. ഭദ്ര. വിഷ്ണു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ പ്രദേശങ്ങളിൽ നേരത്തെ കാട്ടുപന്നികളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കാട്ടുപോത്തും വരുന്നത്. ഒരുപക്ഷെ ഇനി ഭാവിയിൽ മറ്റ് വന്യമൃഗങ്ങളും വരാനുള്ള ഒരു സാഹചര്യം കൂടി തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ശാശ്വതമായൊരു പരിഹാരം വേണ്ടേ? കാരണം അത്തരത്തിലൊരു ആവശ്യം നാട്ടുകാരും മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. പ്രധാനമായും അതിനുള്ള കാരണം ഇപ്പോൾ പോത്ത് എത്തിയിരിക്കുന്ന പ്രദേശം പൊതുവായി മൃഗങ്ങൾ എത്തുന്ന സ്ഥലമല്ല. ഈ നാട്ടുകാർക്ക് സാധാരണഗതിയിൽ എത്രത്തോളം ബാധിക്കുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഇപ്പോൾ ഈ നേരത്തെ തന്നെ ഇതിനെ കണ്ടത് ടെക്നോ സിറ്റി പരിസരത്താണ്. ആ പ്രദേശത്ത് ആദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവം. അതിനുശേഷം ഇപ്പോഴുള്ള ജനവാസ മേഖലയിലേക്ക് അത് മറ്റു മാർഗങ്ങൾ വഴി പല ഇടവഴികളിലൂടെയൊക്കെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സഞ്ചാരപാത കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഇത് തിരിച്ച് പോയേക്കും എന്നുള്ള ഒരു സൂചനയാണെന്ന് മന്ത്രി അടക്കം നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് ജനവാസ മേഖലയിൽ കയറിയത് കൊണ്ട് തന്നെ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. അതിനുശേഷം ഉടൻ തന്നെ പോലീസും ഫോറസ്റ്റ് ഓഫീസർമാരും ഒക്കെ ഈ പ്രദേശത്തെത്തി. അതിനുശേഷം വേണ്ട നടപടികൾ സ്വീകരിച്ചത് കൊണ്ട് തന്നെ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് സാധാരണഗതിയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല. ഇത് ആദ്യമായാണ് ഇവിടെ ഇത് കാണുന്നത്. ഏതായാലും വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ പൊതുവായി സംസ്ഥാനത്ത് കൂടുന്നു എന്ന് പറയുമ്പോൾ പോലും തിരുവനന്തപുരത്ത് നഗരപ്രദേശത്ത് തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നത് വലിയ കാര്യമാണ്. കാരണം നഗരത്തിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ പോലും അതിന്റെ കുറച്ച് അപ്പുറം ഉള്ള പ്രദേശത്താണ് ഇത് കാണുന്നത്. ഇപ്പൊ പിരപ്പൻകോട് പ്രദേശം എന്ന് പറയുന്നത് സിറ്റിക്കുള്ളിൽ നിന്ന് വളരെ ദൂരമൊന്നുമില്ല. ഏകദേശം ഒരു 12 കിലോമീറ്ററോളം ദൂരം മാത്രമാണുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇതിനെ കാണുന്നു എന്ന് പറയുന്നത് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഏതായാലും ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ നടപടി സ്വീകരിച്ചു വരുന്നു എന്ന് വേണം എടുത്തു പറയേണ്ട ഒരു കാര്യം. വിഷ്ണു, എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പോത്ത് ഇപ്പോൾ വിരണ്ടോടിയിരിക്കുന്നു. എന്നാലും അല്പസമയത്തിനകം പോത്തിനെ പിടികൂടാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം GR അനിലിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് ടെക്നോ സിറ്റിക്ക് ചുറ്റും കാടുപിടിക്കുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും, സർക്കാരുമായി ആലോചിച്ച് ഇതിനൊരു തീരുമാനമെടുക്കും എന്നൊരു കാര്യം കൂടി മന്ത്രി GR അനിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. വിഷ്ണു.